സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ നമ്പർ വിച്ച് ഈസ് ലീസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് സ്ക്വയർ ആൻഡ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 30, 40, 50 ആൻഡ് 80. എന്താണ്? ഫൈൻഡ് ദി നമ്പർ വിച്ച് ഈസ് ലീസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് സ്ക്വയർ വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ. ഓക്കെ, അതായത് 30, 40, 50, 80 ഈ നമ്പേഴ്സ് വെച്ച് കറക്റ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ മാത്രമായാൽ മതിയോ? പോരാ, അതെന്തായിരിക്കണം? ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആയിരിക്കണം. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് എന്താണ്, അതായത് എന്താണ് ഇവിടെ ലീസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഏറ്റവും ചെറിയ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. അതായത് ജസ്റ്റ് ഈ HCF LCMന്റെ ക്വസ്റ്റ്യൻസ് കണ്ടു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ഡൗട്ട് വരാം, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് LCM ആണോ HCF ആണോ കണ്ടുപിടിക്കാനുള്ളതെന്ന്. അത് നമുക്ക് ഏതാണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ കുറച്ച് ട്രിക്സ് ഉണ്ട്. അതായത് ക്വസ്റ്റ്യനിൽ ലീസ്റ്റ് എന്നൊരു വാക്കുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ചോദിച്ചിരിക്കുന്നത് എന്ത് കാണാനായിരിക്കും? LCM കാണാനായിരിക്കും. കാരണം LCMലാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലീസ്റ്റ് എന്നൊരു വാക്കുള്ളത്. സോ ലീസ്റ്റ് എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് LCM കാണാനായിരിക്കും. ഇനി അങ്ങനെയല്ല, അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 30, 40, 50, 80 അല്ലേ? ഓപ്ഷനുള്ള നമ്പേഴ്സ് എല്ലാം ഈ ക്വസ്റ്റ്യനുള്ള നമ്പേഴ്സിനെയും കാട്ടി വലുതാണ്. നമുക്കറിയാം LCM ആണ് എപ്പോഴും എന്തെന്ന് പറയുന്നത്, നമ്പേഴ്സിനേക്കാളും വലുത് വരുന്നത് എപ്പോഴും LCM ആണ്. HCF എന്ന് പറയുന്നത് ക്വസ്റ്റ്യനുള്ളതിനേക്കാളും ചെറുതായിരിക്കും. സോ ഇവിടെ ഓപ്ഷനിൽ ക്വസ്റ്റ്യനുള്ളതിനേക്കാൾ വലിയ നമ്പേഴ്സ് ആയതുകൊണ്ട് എന്തായിരിക്കും കണ്ടുപിടിക്കാനുള്ളത്? LCM ആയിരിക്കും. അങ്ങനെ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. പിന്നെ കറക്റ്റ് പ്രോപ്പറായിട്ട് ഫിഗർ ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് നോക്കിക്കേ, ഇവിടെ ക്വസ്റ്റ്യനിൽ ഡിവിസിബിൾ ബൈ 30, 40, 50, 80 എന്ന് പറയുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? ഡിവിസിബിൾ ബൈ എന്ന് വെച്ചാൽ 30, 40, 50, 80 കൊണ്ട് കട്ട് ചെയ്യണം. അതായത് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന നമ്പേഴ്സ് കൊണ്ട് കട്ട് ചെയ്യണം. എപ്പോഴും 30, 40, 50, 80 കൊണ്ട് കട്ട് ചെയ്യണം എന്ന് പറയുന്നത് എന്താണ്? കട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനത്തെ നമ്പേഴ്സ് ആണ്? ഈ 30, 40, 50, 80ന്റെ മൾട്ടിപ്പിൾസിനെ അല്ലേ ഈ നമ്പേഴ്സ് ഒക്കെ കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റൂ. 30, 40, 50, 80ന്റെ മൾട്ടിപ്പിൾസിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ഇത്രയും നമ്പേഴ്സ് കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റൂ. അതായത് മൾട്ടിപ്പിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മൾട്ടിപ്പിൾ വരുന്ന എവിടെയാണ്? LCMലാണ്. സോ ഇങ്ങനെ പല മെത്തേഡ് ഉണ്ട് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് LCM ആണോ HCF ആണോ എന്ന് കണ്ടുപിടിക്കാൻ. സോ ഇതിനകത്ത് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ലാസ്റ്റ് പറഞ്ഞ ഈ ട്രിക്ക് വഴിയാണ് കേട്ടോ. സോ ഇവിടെ നമുക്ക് കാണേണ്ടത് 30, 40, 50, 80 ഈ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിളിൽ ഏറ്റവും ചെറുതും അതുപോലെ തന്നെ കംപ്ലീറ്റ് സ്ക്വയറും ആയിട്ടുള്ള നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ കംപ്ലീറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ആ വേർഡ് അവിടെ നിൽക്കട്ടെ. കംപ്ലീറ്റ് സ്ക്വയർ എന്നൊരു കണ്ടീഷൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ 30, 40, 50, 80 ഈ ഇത്രയും നമ്പേഴ്സ് കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ LCM ആണ് അല്ലേ? 30, 40, 50, 80 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ അവരുടെ LCM ആണ്. സോ എന്താണ്? ഇവരുടെ LCM കണ്ടുപിടിച്ചാൽ മതി. എന്തിനാണ്? ഇവരുടെ LCM കണ്ടുപിടിച്ചാൽ മതി ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഇവരുടെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ. പക്ഷെ ഇവിടെ LCM മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? പോരാ, കംപ്ലീറ്റ് സ്ക്വയർ കാണണം. സോ അതിന് നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ആദ്യം എന്തായാലും LCM എന്തായാലും ഉണ്ടാവുമല്ലോ. സോ നമ്മൾ LCM കണ്ടുപിടിക്കുക. 30, 40, 50, 80 ഇവരുടെ LCM എത്രയാണ്? 30, 40, 50, 80ന്റെ LCM എന്ന് പറയുന്നത്. സോ എന്താണ്? 80 കൂടുതലോ വലിയ നമ്പർ ആയിരിക്കും LCM എന്ന് പറയുന്നത്. അപ്പൊ 80 വരോ? 80 വരില്ല. കാരണം 80 എടുക്കുമ്പോൾ 30ന്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്തത് 80ന്റെ അടുത്ത മൾട്ടിപ്പിൾ ആരാ? 160. 160 30ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ 160 വരത്തില്ല. പിന്നെ ആര് വരാം? 240. 240 30ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണല്ലേ, 30ന്റെ മൾട്ടിപ്പിൾ ആണ്. 40ന്റെ ആണോ? 40ന്റെ ആണ്. 50ന്റെ ആണോ? 50ന്റെ അല്ല. സോ 240 വരില്ല. പിന്നെ ഏത് വരാം? പിന്നെ LCM വരാൻ സാധ്യതയുള്ളത് ഏതാണ്? LCM വരാൻ സാധ്യതയുള്ളത് 80ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 80ന്റെ മൾട്ടിപ്പിൾസ് പറഞ്ഞു നോക്കിക്കേ. 160, 240, 320 ഒന്നും വരില്ല അല്ലേ? 400 വരുമോ? 400 വരത്തില്ല. 400ൽ 30 പോവില്ല. സോ എന്താണ്? നമുക്ക് LCM എടുത്ത് നോക്കുമ്പോൾ എന്ത് വരും? 1200 വരും LCM എന്ന് പറയുന്നത്. എത്രയാണ്? 1200. സോ 1200 ആണ് LCM എന്ന് നമുക്ക് കിട്ടി. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. എന്താണ്?
ഏറ്റവും ചെറിയ നമ്പർ മാത്രം ആയാൽ പോരാ, ആ ചെറിയ നമ്പർ എന്തും കൂടെ ആയിരിക്കണം, കംപ്ലീറ്റ് സ്ക്വയറും കൂടെ ആയിരിക്കണം. 1200 കംപ്ലീറ്റ് സ്ക്വയർ ആണോ? അല്ല. ഇവിടെ കംപ്ലീറ്റ് സ്ക്വയർ എന്നൊരു കണ്ടീഷൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ 1200 എന്ന് എഴുതാമായിരുന്നു. കാരണം എന്താ നോക്കിക്കേ, 30, 40, 50, 80 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ 1200 ആണ്. അതുകൊണ്ടാണ് അവരുടെ LCM എന്ത് വന്നത്, 1200 വന്നത്. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് സ്ക്വയർ എന്ന് പറയുന്നുണ്ട്, 1200 കംപ്ലീറ്റ് സ്ക്വയർ അല്ല. പിന്നെ എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? നോക്കിക്കേ, 1200-നേക്കാട്ടി താഴെയുള്ള ഒരു നമ്പർ എന്തായാലും ആൻസർ ആയിട്ട് വരില്ല. കാരണം ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ തന്നെ, ഇവരുടെ എല്ലാം ലീസ്റ്റ് ആയിട്ടുള്ള കോമൺ മൾട്ടിപ്പിൾ തന്നെ 1200 ആണ്. സോ 1200-ന്റെ മൾട്ടിപ്പിളിൽ ഏതെങ്കിലും കംപ്ലീറ്റ് സ്ക്വയർ ഉണ്ടെങ്കിൽ അവരായിരിക്കും എന്തെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. 1200-ന്റെ മൾട്ടിപ്പിളിൽ കംപ്ലീറ്റ് സ്ക്വയർ വരണം. അങ്ങനെ വരുന്ന ആദ്യത്തെ കംപ്ലീറ്റ് സ്ക്വയർ, ആദ്യത്തെ നമ്പർ വേണം എടുക്കാൻ അല്ലേ, കാരണം ഏറ്റവും ലീസ്റ്റ് വേണം നമുക്ക് എടുക്കാൻ. 1200-ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 2400 ആണ് അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ 2400 കംപ്ലീറ്റ് സ്ക്വയർ അല്ല. അടുത്ത മൾട്ടിപ്പിൾ 1200 × 3 3600 ആണ്. പക്ഷെ 3600 നോക്കിക്കേ, 3600 ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആണല്ലേ. എന്തിന്റെ സ്ക്വയർ ആണ് 3600? 60-ന്റെ സ്ക്വയർ ആണ് 3600. സോ എന്ത് വരാം, 3600 കംപ്ലീറ്റ് സ്ക്വയർ ആണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും ഫോളോ ചെയ്യുന്ന നമ്പർ 3600 ആണ്. മനസ്സിലായോ? ഏറ്റവും ചെറിയ നമ്പർ ആയിട്ടുള്ള കംപ്ലീറ്റ് സ്ക്വയർ 30, 40, 50, 80 വെച്ച് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് പോകുന്ന ഏറ്റവും ചെറിയ കംപ്ലീറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തെന്നാണ്? 3600 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 3600. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ലീസ്റ്റ് നമ്പർ which is perfect square and is divisible by each of the number 16, 20 and 24 അല്ലേ. അതായത് എന്താണ് ഇവിടുത്തെ കീവേഡ്? എന്താണ്? ഡിവിസിബിൾ ബൈ ഈച്ച് ഓഫ് ദ നമ്പർ. അതായത് ഡിവിസിബിൾ ബൈ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം? ഡിവിസിബിൾ ബൈ 16, 20 and 24. 16, 20, 24 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന 16, 20, 24 വെച്ച് കട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് എങ്ങനത്തെ നമ്പേഴ്സ് ആയിരിക്കണം? ഇവരുടെ 3 പേരുടെയും കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലെ. എന്താണ്? കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കണം. കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കണം. അത് മാത്രമാണോ കണ്ടീഷൻ? അല്ല. അങ്ങനെയുള്ള കോമൺ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറുതായിരിക്കണം. ഏറ്റവും ചെറുത്, അതായത് കോമൺ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറുത് എന്താണ്? LCM. സോ LCM ആയിരിക്കണം. LCM മാത്രം ആയാൽ മതിയോ? പോരാ, പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. സോ നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കും? LCM കണ്ടുപിടിക്കും. കിട്ടുന്ന LCM ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മൾ LCM-ന്റെ മൾട്ടിപ്പിൾസ് എടുത്തു പോകുമ്പോൾ ആദ്യം വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം LCM എടുക്കാം. ഏതൊക്കെ നമ്പേഴ്സിന്റെ ആണ് കാണേണ്ടത്? 16, 20, 24 അല്ലേ. സോ 16-ന്റെ 20-ന്റെ 24-ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പേഴ്സ് ഏത് വരാം? 24 വരോ? ഇല്ല. ഇവിടെ നോക്കിക്കേ, 20-ന്റെ കൂടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 20-ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണമെങ്കിൽ ആ മൾട്ടിപ്പിളിന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയായിരിക്കണം? 0 ആയിരിക്കണം അല്ലേ. എന്നാലല്ലേ 20 കട്ട് ചെയ്ത് പോകത്തുള്ളൂ. അപ്പം 20-ന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ എന്താണ്? യൂണിറ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം. അങ്ങനെ വരുന്ന 24-ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? കോമൺ മൾട്ടിപ്പിൾ അല്ലേ നമുക്ക് വേണ്ടത്. 24 × 5 അല്ലേ. 24 × 5 എത്രയാണ്? 120. സോ 120 നമുക്ക് കറക്റ്റ് ആയിട്ട് 20-ൽ കട്ട് ചെയ്യാൻ പറ്റും. 16-ൽ കട്ട് ചെയ്യാൻ പറ്റുമോ? 16-ലും കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. സോറി, 16-ൽ കട്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ മൈൻഡിൽ 12 നിന്നത്. 16 എന്ന് പറയുന്നത് 2 × 6 അല്ല. 16 എന്ന് പറഞ്ഞാൽ 2 × 8 ആണ്. ഞാൻ 12 ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 120/16-ൽ കട്ട് ചെയ്യാൻ പറ്റുമോ? 16-ൽ കട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ എന്താണ്? 120 വരില്ല. അടുത്ത ഒരു മൾട്ടിപ്പിൾ ഏതായിരിക്കണം? 20-ൽ വെച്ച് നമുക്ക് സ്റ്റിൽ 20-ൽ പോകണമെങ്കിൽ എന്താണ്? 0 വരണം. പിന്നെ അങ്ങനെ 0 വരുന്ന 120 കഴിഞ്ഞിട്ടുള്ള 24-ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 24 × 10 240 ആണ് അല്ലേ. സോ 240-ൽ 24 പോകും, 20 പോകും, അത് നമുക്കറിയാം. 16 പോകുമോ നോക്കിക്കേ. 16 പോകും അല്ലേ. 16 പോകും. സോ LCM എന്ന് പറയുന്നത് 240 ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ LCM കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡ്സിൽ ഏതെങ്കിലും പ്രൈം ഫാക്ടറൈസേഷനോ L മെത്തേഡോ ഏതെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ എന്താണ്? LCM എന്ന് പറയുന്നത് 240 ആണ്. സോ 240 LCM മാത്രം ആയാൽ പോരാ. എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. നമുക്ക് കിട്ടിയിട്ട് LCM എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. സോ 240-ന്റെ മൾട്ടിപ്പിളിൽ ആദ്യം വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? നമുക്ക് ക്വസ്റ്റ്യനിലുള്ളതിൽ
നോക്കാം. ക്വസ്റ്റ്യനിലുള്ളതിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 1600 ഈ 1600 240 മൾട്ടിപ്പിൾ ആണോ? ആണോ? അല്ലല്ലേ, 1600 24 മൾട്ടിപ്പിൾ അല്ല. സോ 1600 വരില്ല. പിന്നെ അടുത്ത് വരാൻ സാധ്യതയുള്ളത് ഏതാണ്? ലീസ്റ്റ് 3600. ഈ 3600 240 മൾട്ടിപ്പിൾ ആണോ? നോക്കിക്കേ. ആണല്ലേ, എന്താണ്? മൾട്ടിപ്പിൾ ആണ്. സോ എന്ത് വരാം? 3600 എന്താന്ന് പറയുന്നത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് 3600. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ലീസ്റ്റ് പെർഫെക്റ്റ് ക്യൂബ് നമ്പർ വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 32, 54, 250. സോ 32, 54, 250 ഈ നമ്പേഴ്സ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പെർഫെക്റ്റ് ക്യൂബ്. അപ്പൊ നമ്മളിത് എങ്ങനെയാ കണ്ടുപിടിക്കുക? കട്ട് ചെയ്യാൻ പറ്റുന്ന 32, 54, 250 വെച്ച് കട്ട് ചെയ്യാൻ പറ്റണം. അതായത് ഇവരുടെ 3 പേരുടെയും കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കണം. എന്താണ് കോമൺ മൾട്ടിപ്പിൾ? അപ്പൊ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ എന്താണ്? LCM ആണ് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? LCM കണ്ടുപിടിക്കും. സോ 32, 54, 250 നമ്മൾ എങ്ങനെ LCM കണ്ടുപിടിക്കും? നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 32നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2⁵5 ആണ് 32 എന്ന് പറയുന്നത്. 54 എന്ന് പറയുന്നത് 27 into 2 ആണ്. 27 എന്ന് പറയുന്നത് 3 ക്യൂബ് ആണ്. സോ 3 ക്യൂബ് into 2. 250 എന്ന് പറയുന്നത് 25 into 10. 25 എന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ്. 10 എന്ന് പറയുന്നത് 2 into 5 ആണ്. സോ 5 സ്ക്വയർ into 5 5 ക്യൂബ് വരും. സോ 5 ക്യൂബ് into 2. സോ പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടി. LCM കാണാൻ എന്താണ്? എല്ലാ പ്രൈം നമ്പേഴ്സിന്റെയും ഹയസ്റ്റ് പവർ ഉള്ളത് എടുക്കണം. സോ ഇവിടെയുള്ള പ്രൈം നമ്പേഴ്സ് 2, 3, 5 ആണ്. 2ന്റെ ഹയസ്റ്റ് പവർ 5 ആണ്. സോ 2⁵5 എടുത്തു. ഇൻറ്റു 3യുടെ ഹയസ്റ്റ് പവർ 3 ക്യൂബ് വരുന്നതാണ്. സോ 3 ക്യൂബ് എടുത്തു. അടുത്തത് 5ന്റെ ഹയസ്റ്റ് പവർ 5 ക്യൂബ് ആണ്. സോ അതെടുത്തു. സോ 2⁵5 32, 3 ക്യൂബ് 27, 5 ക്യൂബ് 125 ആണ്. ഇവിടെ 125 വെച്ച് ഇൻറ്റു ചെയ്യുന്നതിന് പകരം നമുക്ക് 1000/8 വെച്ച് ചെയ്യാം. കാരണം 125 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000/8 ആണ്. അപ്പോൾ 125ന് വരും 1000/8 എഴുതി. ഈ 8ഉം 32ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 4. സോ 4 × 27 × 1000. 4 × 27 എത്രയാണ്? 7 4 28, ബാലൻസ് 2, 4 2 8 2 10. അപ്പോൾ 108. 1000 × 1000 കൂടെ വരുമ്പോൾ 108,000 എന്ന് വരും. സോ LCM എന്ന് പറയുന്നത് എത്രയാണ്? 108,000 ആണ്. സോ ഇതിനകത്ത് തന്നെ ഇതെന്താണ്? നമുക്ക് LCM ലീസ്റ്റ് മൾട്ടിപ്പിൾ ആയാൽ മാത്രം മതിയോ? പോരാ. എന്തായിരിക്കണം? പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കണം. സോ എന്താണ്? ഈ 1,80,000 ആണ് LCM. ഇതെന്ന് പറയുന്നത് ക്യൂബ് അല്ല. ഇത് പെർഫെക്റ്റ് ക്യൂബ് ആയിരുന്നെങ്കിൽ നമുക്ക് അത് എടുക്കായിരുന്നു. പക്ഷെ അത് ക്യൂബ് അല്ല. സോ എന്താണ്? ഇതിന്റെ മൾട്ടിപ്പിളിൽ വരുന്ന ആദ്യത്തെ പെർഫെക്റ്റ് ക്യൂബ് വരും. സോ ഇത് എന്താണ്? ഇതിന്റെ അടുത്ത മൾട്ടിപ്പിൾ എത്രയാണ്? 10,000 into 2 അല്ലേ? 10,000 into 2 എന്ന് പറയുന്നത് എത്രയാണ്? 216,000. 216,000 ക്യൂബ് ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ? ആണ്. ഏതിന്റെ പെർഫെക്റ്റ് ക്യൂബ് ആണ് 216,000 എന്ന് പറയുന്നത്? 60ന്റെ ആണല്ലേ? 60ന്റെ ക്യൂബാണ് 216,000. 6ന്റെ ക്യൂബാണ് 216, 10ന്റെ ക്യൂബാണ് 1000. സോ 216,000 60ന്റെ ക്യൂബാണ്. സോ ഏറ്റവും ചെറിയ ക്യൂബായിട്ട് വരുന്ന 32, 54, 250 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറുത് ആരാണ്? 216,000. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, find the least number which is completely divisible by 12, 15 and 20 also is a complete square. അതായത് 12, 15, 20 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കണം. ആ നമ്പർ എന്തായിരിക്കണം? ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആയിരിക്കണം. സോ എന്താണ്? 12, 15,
12, 15, 20 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിൽ ലീസ്റ്റ് നമ്പർ എന്താണ്? 12, 15, 20 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തായിരിക്കണം? അവരുടെ 3 പേരുടെയും കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കണം. ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. സോ നമ്മൾ LCM കണ്ടുപിടിക്കും. LCM എത്രയാ? 12, 15, 20ന്റെ LCM എന്ന് പറയുന്നത് 60 ആണ്. പക്ഷെ LCM മാത്രം ആയാൽ പോരെ, എന്തായിരിക്കണം? അതൊരു കംപ്ലീറ്റ് സ്ക്വയർ ആയിരിക്കണം. സോ 60 എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സ്ക്വയർ അല്ല അല്ലേ? അല്ലെങ്കിൽ നമുക്ക് 60 എടുക്കായിരുന്നു. സോ നമ്മൾ 60ന്റെ മൾട്ടിപ്പിൾസ് എടുത്തു നോക്കും. അതിൽ ആദ്യത്തെ കംപ്ലീറ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ആണ് ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് ഓപ്ഷനിലുള്ളതിൽ ഏറ്റവും ചെറിയ നമ്പേഴ്സ് വെച്ച് എടുത്തെടുത്ത് നോക്കാം. അതിൽ ഏതാണ് 60ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്? അയാളായിരിക്കും എന്തെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷനിലുള്ളതിൽ ഏറ്റവും ചെറിയ നമ്പർ 400 ആണ്. സോ 400 60ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാം. 400/60 ചെയ്യുമ്പോൾ എന്താണ്? 20/3 വരും. എന്താണ്? കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോവില്ല. സോ 400 വരില്ല. അടുത്ത ചെറിയ നമ്പർ 900 ആണ്. 900 60യുടെ മൾട്ടിപ്പിൾ ആണോ നോക്കുമ്പോൾ 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2, ഇവിടെ 30 വരും, 15. സോ എന്താണ്? മൾട്ടിപ്പിൾ ആണല്ലേ? 60ന്റെ മൾട്ടിപ്പിൾ ആണ് 900. സോ ആൻസർ എന്ന് പറയുന്നത് 900 ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലീസ്റ്റ് സ്ക്വയർ നമ്പർ വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12, 15, 25. സോ 12, 15, 25 ഇവരെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന ഏറ്റവും ചെറിയ സ്ക്വയർ നമ്പർ ഏതാണെന്നാണ്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇവരുടെ LCM കാണും. 12, 15, 25ന്റെ LCM എത്രയാണ്? നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 12 എന്ന് പറയുന്നത് 4 × 3 ആണ്. 4 2 സ്ക്വയർ. സോ 2 സ്ക്വയർ × 3. 15 എന്ന് പറയുന്നത് 5 × 3 ആണ്. 25 എന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ്. സോ എന്താണ് LCM എന്ന് പറയുന്നത്? LCM എന്ന് പറയുന്നത് 5ന്റെ ഹയസ്റ്റ് പവർ 2 ആണ്. സോ 5 സ്ക്വയർ. 3യുടേത് 3 തന്നെയാണ്. 2ൻ്റെത് 2 സ്ക്വയർ, അതായത് 4. അപ്പോൾ എത്ര വരും? ഇത് 5 സ്ക്വയർ 25, 25ഉം × 4ഉം 100, 100 × 3 300. LCM എന്ത് വരും? 300 വരും. സോ 300 ഒരു സ്ക്വയർ നമ്പർ അല്ല. സോ 300ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പറാണ്. ഏതാണത്? ഏറ്റവും ചെറുത് 400 ആണ്. 400 300ന്റെ മൾട്ടിപ്പിൾ അല്ല, 900 അല്ലേ? 900 ആണ് 300ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ സ്ക്വയർ നമ്പർ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Find the least number which when divided by 36, 48, 112 leaves no remainder അല്ലേ? അതായത് 36, 48, 112 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നും വരാത്ത രീതിയിലുള്ള ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ എന്താണ് കാണേണ്ടത്? LCM ആണോ HCF ആണോ? നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ. ഏറ്റവും ചെറിയ നമ്പർ ആണ് കാണേണ്ടത്. എങ്ങനത്തെ ചെറിയ നമ്പർ? when divided by 36, 48, 112. അതായത് 36, 48, 112 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ 0 ഒന്നും വരാത്ത ഏറ്റവും ചെറിയ നമ്പർ. അതായത് ഏതൊക്കെ വെച്ചാണ് ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്? 36, 48, 112 അല്ലേ? ഇവരെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവരെ 3 പേരെ ആരെ വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയേ വരാൻ പാടുള്ളൂ? 0യെ വരാൻ പാടുള്ളൂ. അതായത് എന്താണ്? ഈ 3 പേരുടെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലേ? 36ന്റെ ഒരു മൾട്ടിപ്പിളിന് 36 വെച്ച് ഡിവൈഡ് ചെയ്താലല്ലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോകത്തുള്ളൂ. സോ ഇവരെ 3 പേരെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരണമെങ്കിൽ ആ നമ്പർ എന്തായിരിക്കണം? ഇവരുടെ 3 പേരുടെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. അതായത് കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലേ? എന്താണ്? കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെ ഉള്ളതിൽ ഏറ്റവും ലീസ്റ്റ്, ഏറ്റവും ചെറുത്. സോ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതായത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്താണ്? 36, 48, 112 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്ന ഏറ്റവും ചെറിയ നമ്പർ എന്താണ്? അവരുടെ LCM ആണ്. സോ എന്ത് കണ്ടുപിടിച്ചാൽ മതി? LCM കണ്ടുപിടിച്ചാൽ മതി. നോക്കാം. 36നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 9 × 4 ആണ് 36. 9 3 സ്ക്വയർ, 4 2 സ്ക്വയർ. 48 എങ്ങനെ എഴുതാം? 6 × 8 ആണ്. 6 2 × 3 8 2 ക്യൂബ്. 2 ക്യൂബും 6ന്റെ ഒരു 2 കൂടെ ചെയ്യുമ്പോൾ 2⁻4. സോ 2⁻4 × 3. ഓക്കെ, അടുത്തത് 112. 112 എങ്ങനെ എഴുതാം? 2 × 56 ആണ്. 56 എന്ന് പറയുന്നത് 7 × 8 ആണ് അല്ലേ? 7 × 8. 8 എന്ന് പറയുന്നത് 2 ക്യൂബാണ്. ആ 2 ക്യൂബും ഈ 2ഉം കൂടെ വരുമ്പോൾ 2⁻4 × ഈ 7ഉം കൂടെ ചേരുമ്പോൾ 7. സോ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കിട്ടി. ഇനി LCM അപ്പം എന്ത് വരും? ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്. 2ന്റെ ഹയസ്റ്റ് പവർ ഏതാണ്? 4 ആണ് അല്ലേ? സോ 2⁻4. 3യുടെ ഹയസ്റ്റ് പവർ ഏതാണ്? 2 ആണ്. സോ 3 സ്ക്വയർ പിന്നെ 7.
ഓക്കെ 2⁴ എത്രയാണ് 16 3 സ്ക്വയർ 9 ആണ് 7 9 into 7 63 ആണ് സോ 16 into 63 ഏതാ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കണ്ടുപിടിക്കണോ 60 into 63 എത്രയാണെന്ന് വേണ്ട അല്ലേ നോക്കിയേ 16 into 63 ഇൻറ്റു ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും 6 into 3 18 അല്ലേ യൂണിറ്റ് ഡിജിറ്റ് 8 ആണ് വരുന്നത് അങ്ങനെ 8 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ ഏതാണ് 1008 ഓപ്ഷൻ ഡി അല്ലേ സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ചെയ്ത് നോക്കാം 18 ബാലൻസ് 1 3 4 6 36 4 കണ്ടോ 1008 സോ 1008 ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ